വിശുദ്ധ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ ദേശങ്ങൾ, പട്ടണങ്ങൾ, ഗ്രാമങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ, സ്നേഹത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ എബനേസർ മലയാളം ഫെലോഷിപ്പ് ചർച്ചിലെ കർത്താവിന്റെ ശ്രേഷ്ഠ അഭിഷിക്തൻ വർഗീസ് പാസ്റ്റർ, അതുപോലെ കർത്താവിന്റെ ശ്രേഷ്ഠ അഭിഷിക്ത ഫേബ ആൻഡി ഓർച്ച ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ആയിരിക്കുന്ന രാജ്യത്ത് കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയെ വിശ്വസ്തയോടെ ചെയ്തെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്നെ ഉപയോഗിക്കുന്ന ദൈവിക പദ്ധതികൾക്കായി സ്തോത്രം ചെയ്യുന്നു. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസനോട്, ദാസിയോട്, ദൈവസഭയോട്, ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും വന്ദനത്തെയും ഈ പകൽക്കാലം അറിയിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നേ. നല്ല പ്രഭാതം. വിവിധ സ്ഥലങ്ങളിൽ സമയത്തിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഇത്രയും പ്രിയപ്പെട്ടവർക്ക് ഇന്ന് പകൽ ഇതിൽ ജോയിൻ ചെയ്യാൻ ഇടയായല്ലോ. എന്നെ സ്നേഹിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഇതിനകത്ത് കർത്താവിനെ സ്നേഹിച്ച് കടന്നു വന്ന ഒത്തിരി പേരുണ്ട്. എങ്കിലും ഇന്ന് പകൽക്കാലം നമ്മൾ കർത്താവിന്റെ സന്നിധിയിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ മൈൻഡുകൾക്കകത്ത് ഇപ്പം ഷീജ സിസ്റ്ററെ അറിയാവുന്നവർ കാണും, ഇതിനകത്ത് അറിയാത്തവരുണ്ടാകും. ഇതിന്റെ എല്ലാം പിന്നിൽ കർത്താവിന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി അവന്റെ മക്കളാക്കി തീർത്ത നമ്മളെ കർത്താവ് ഒരുമിച്ച് ആ കൂട്ടായ്മയ്ക്കകത്ത് ഇന്ന് പകൽക്കാലമാക്കിയെങ്കിൽ കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. വീഡിയോ ഓണാക്കി വെക്കാൻ പറ്റുന്ന, മാക്സിമം പറ്റുന്നവരെല്ലാം ഓണാക്കി വെച്ചാൽ നന്നായിരിക്കും. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ ഏതുമാണെങ്കിലും അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ വൻ കാര്യങ്ങളെ ചെയ്യാൻ ഇടയാകും. ഹല്ലേലൂയ. പ്രത്യേകാൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ ജിറ്റിമോളെ ഓർത്ത് ഇന്ന് ഇത് ലീഡ് ചെയ്തത് ഞങ്ങളുടെ ചർച്ചിലൊക്കെ ശക്തമായ ഉപവാസ പ്രാർത്ഥനയിൽ വന്ന് കുടുംബമായി വന്ന ശക്തമായ ഒരു ആത്മീക അനോയിന്റിങ്ങിന്റെ അധികാരത്തെ യൂസ് ചെയ്യാൻ ഈ കാലഘട്ടത്തിൽ കർത്താവ് ഉപയോഗിക്കുന്ന ഒരു തലമുറയും കുടുംബവുമാണ്. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും ഇരിക്കുന്ന ഇടത്ത് വളരെ മുൻവിധിയോടും നമ്മൾ വലിയ മാർക്കിടാനും ഒന്നും ആരും ഇരിക്കണ്ട. ഇന്ന് പകൽക്കാലം പാരമ്പര്യമുള്ളവരുണ്ട്, ഒത്തിരി പഴക്കം ചെന്നവരുണ്ടോ. ഇതിനകത്ത് യേശുവുമായിട്ടുള്ള ബന്ധമാണ് ഇന്ന് പകൽ വിഷയം. ഹല്ലേലൂയ. അത് ഹൃദയത്തിനകത്ത് എത്രത്തോളം വലുതാണോ അത്രത്തോളം ഇന്ന് രാത്രി ഈ പകൽക്കാലം കർത്താവ് ഇടപെടുവാനിടയാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷയെ പ്രാർത്ഥിക്കണം. പാടുക എന്നവരാണെങ്കിൽ ആത്മാവിൽ വചനത്തെ ഏറ്റെടുക്കണം. കാരണം ഞാൻ ശുശ്രൂഷിക്കുമ്പം പറയുന്ന ഒരു കാര്യമുണ്ടോ, മാർക്കിടാൻ എളുപ്പമാ, മുൻവിധിക്കാൻ എളുപ്പമാ, എന്നാൽ എന്നെയും നിന്നെയും നല്ലതുപോലെ ശോധന ചെയ്ത് അറിയുന്ന ഒരു അപ്പനുണ്ട്. ആ അപ്പൻ പറയുന്ന ഒരു കാര്യം 139 സങ്കീർത്തനത്തിൽ ഇങ്ങനെയാ പറഞ്ഞ്, നടപ്പും നമ്മൾ നടക്കുന്നത് ഈ മുമ്പോട്ട് നടന്നാലും പുറകോട്ട് നടന്നാലും അപ്പനെ വിട്ടിട്ട് നടന്നാലും അപ്പനെ ഉണ്ടെന്ന് പറഞ്ഞ് നടന്നാലും പ്രിയപ്പെട്ടവരെ അറിയുന്നവൻ ദൈവമാ. ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ വിശാലത, ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണോ അതിനകത്തായി ഇന്ന് പകൽ ആത്മാവ് ഇടപെടുന്നേ. ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം പ്രിയപ്പെട്ടവർ, ഒന്ന് ഞാൻ പറയാം, ഇന്നൊരു പകൽക്കാലം കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യാനിടയാകും. ഒട്ടും സമയം കളയുന്നില്ല. നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 14:7 മുതൽ 9 വരെയുള്ള വാക്യവും 1 രാജാക്കന്മാർ 18:32, 33, 34 വാക്യവും. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല. അതിന്റെ വേർ നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ഒരു തൈ പോലെ തളിർവിടും. മതി. 1 രാജാക്കന്മാർ 18:32, 33, 34. കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിന് ചുറ്റും 2 സെയാ വിത്ത് വിതപ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി. പിന്നെ അവൻ വിറക് അടുക്കി കാളയെ ഖണ്ഡമാക്കി വിറകിന്മേതെ വെച്ചു. 4 തൊട്ടിയിൽ വെള്ളം നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പീൻ എന്ന് പറഞ്ഞു. 2-ാം പ്രാവശ്യം അങ്ങനെ ചെയ്വീൻ എന്ന് അവൻ പറഞ്ഞു. അവൻ 2-ാം പ്രാവശ്യവും ചെയ്തു. അതിനുശേഷം 3-ാം പ്രാവശ്യം അങ്ങനെ ചെയ്വീൻ എന്ന് അവൻ പറഞ്ഞു. അവർ 3-ാം പ്രാവശ്യവും ചെയ്തു. അതിന്റെ 38-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ.
ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. മതി. താങ്ക് യു. ഇന്ന് പകൽക്കാലം എല്ലാവർക്കും നന്നായി. ഞാനിപ്പോ എന്താ പ്രസംഗിക്കാൻ പോകുന്നതെന്നുള്ള ഏകദേശം പ്രസംഗ വിഷയമൊക്കെ മൈൻഡിൽ കൂടെ ഓടി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നമ്മളെ കർത്താവ് സംസാരിക്കട്ടെ. ആത്മാവ് ഇന്ന് പകൽ എന്ത് ഇടപെടുന്നോ അത് ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങൾ ചിന്തിച്ച്, യോബിന്റെ പുസ്തകം 14 അധ്യായത്തിൽ പറയുക, ഒരു വൃക്ഷമായിരുന്നാൽ എന്തുകൊണ്ടാ ഷീജസ് ഇതും ഈ 1 രാജാക്കന്മാരും ഇങ്ങനെ വായിച്ചേന്ന് ഒരു പിടിയും കിട്ടുന്നില്ലെങ്കിൽ, ഇതിന്റെ ഒരു ദൈവം എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് എന്താ സംസാരിക്കണ്ടേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ, അതും ഇന്ന് വെളുപ്പിനെ ഞങ്ങളുടെ 3 മണിക്കുള്ള പ്രയറിനോ വളരെ ശക്തമായി അതിനുശേഷവും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്ന ചില ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക. ഒറ്റ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം വരുമ്പോൾ വചനവും നിങ്ങളുടെ ജീവിതവും വചനത്തിനകത്തൊന്ന് ഇറക്കണം. എന്നിട്ട് ഇന്ന് പകൽക്കാലം ഏതൊക്കെ മേഖലയ്ക്കകത്ത് വിടുതൽ സംഭവിക്കണമോ അതിനകത്തൊക്കെ വിടുതൽ സംഭവിക്കാം. ആത്മാവിന്റെ നിയമം എല്ലാവർക്കും ഈ മലയാളം മനസ്സിലാവുന്നുണ്ടല്ലോ എന്നും ഞാൻ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽ വചനം ജീവിതത്തിൽ ഇറക്കിയ നിങ്ങളെ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ തകർക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യത്തെ ഇന്ന് പകൽ സ്വർഗം നിങ്ങളുടെ മേൽ പകരാനിടയാകും. ഏതു മേഖലക്കകത്ത് നിങ്ങൾക്ക് വിടുതൽ വേണമോ അതിനകത്തേക്ക് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അളവുകൂടാതെ ഇതിനകത്ത് പകരാൻ സ്വർഗത്തിന് പദ്ധതിയാ. പക്ഷെ ഇന്ന് പകൽക്കാലം നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നുവോ അതിനകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ നിങ്ങൾ കെട്ടപ്പെട്ട് കിടക്കുന്ന മേഖലകൾക്കകത്തേക്ക് ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി ചെല്ലണമെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിങ്കലേക്ക് നിങ്ങൾ വിട്ടുകൊടുത്തേ പറ്റോ. ഇന്ന് പകൽ ആരും വെട്ടുകിട്ടാത്തതായി ആരും ജീവിതത്തിനകത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാ, നിങ്ങൾ ചിന്തിച്ച് ഒരു വൃക്ഷത്തിന് വെട്ടുകിട്ടിയാൽ, ഹല്ലേലൂയ, ആ വൃക്ഷത്തെ കുറിച്ച് പറയുകയാ അത് പിന്നെയും പൊട്ടിക്കിളിർക്കുമെന്ന്. ഒരു പ്രത്യാശയുണ്ടെന്ന് ഒരു വൃക്ഷത്തിന്. നിങ്ങൾ ചിന്തിച്ചോണം, ഈ വൃക്ഷത്തിന് പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ ഞാൻ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് പറയുന്നത്. ഇത് വെള്ളത്തിനോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇതിന് കിട്ടേണ്ട മണ്ണും ഹല്ലേലൂയ വളവും സകലതും കിട്ടുന്നതിന് മാത്രമേ എന്തുള്ളൂ, ഒരു പ്രത്യാശയുള്ളൂ. ശരിയല്ലേ? അല്ലാതെ വെട്ടുകിട്ടി വെള്ളം ഒരു തരിശായി കിടക്കുന്ന മരുഭൂമിയുടെ നടുവിൽ കിടക്കുന്ന ഒരു വെട്ടുകിട്ടിയ ഒരു മരത്തിന് പ്രത്യാശ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾ ചിന്തിക്കണം, ഒന്ന് കിട്ടിയ വെട്ട് കിട്ടിയതിന്റെ ആഴം എത്ര വലുതാണെങ്കിലും ഒറ്റ കാര്യ ഭക്തൻ പറയുന്നത്, എനിക്കൊരു പ്രത്യാശയുണ്ട്. എന്താണെന്നറിയാമോ? അതിന്റെ വേര് മണ്ണിനകത്ത് കെട്ടുകിടക്കുക. ലോകം മുഴുവൻ പറയുകയാ ഇതിനകത്തൊന്നും ഒരു കിളിർപ്പ് വരത്തില്ലെന്ന്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. ഒരു കിളിർപ്പ് വരത്തില്ല. ഈ കിളിർക്കണമെങ്കിൽ, അല്ലെങ്കിൽ കെട്ടുകിടക്കുന്ന ഹല്ലേലൂയ വേരിനകത്ത് ഒരു വലിയ ഫലം വെളിപ്പെടണമെങ്കിൽ അത് വചനം ഇങ്ങനെയാ പറയുന്നത്, വെള്ളത്തിന്റെ ഗന്ധം അടിക്കണം. വെള്ളത്തിന്റെ ഗന്ധം. ഇന്ന് പകൽ വെള്ളത്തിന്റെ ഗന്ധം അടിക്കണമെങ്കിൽ വെള്ളം ഹല്ലേലൂയ നിറഞ്ഞു നിൽക്കണം. അല്ലെങ്കിൽ ആ വെള്ളത്തിന് ഗന്ധം അടിക്കാൻ, സൗരഭ്യം വ്യാപരിപ്പാൻ ഭാഗത്തിനുള്ള ആത്മീക പരിശുദ്ധാത്മാവിലുള്ള നിറവ് എന്ത് ചെയ്യണം? വെളിപ്പെടണം. എൻ്റെ കൂടെ ഉണ്ട് നിങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തെ സ്നേഹിച്ച് ഇതിനകത്ത് കടന്നു വന്ന പ്രിയപ്പെട്ടവരാ, എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാ, വെള്ളത്തിന്റെ ഗന്ധം നിന്റെ ജീവിത പശ്ചാത്തലത്തിൽ നിന്റെ തലമുറകളിലേക്ക് വെളിപ്പെട്ടു വരണമെങ്കിൽ ആ റൂട്ടിനെ ഒന്ന് ഒരുക്കി കൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് പകൽ നിങ്ങൾ ചിന്തിച്ചേ, ആ വിഷയം അവിടെ നിൽക്കുമ്പോൾ തന്നെ മരത്തിന്റെ വേര് ആഴങ്ങളെ പിടിക്കണമെങ്കിൽ ആഴത്തിലേക്ക് ഇവൻ സ്റ്റെപ്പ് വെച്ചേ പറ്റോ. ഈ ആഴത്തിലേക്ക് പോകാൻ അനുവദിക്കാതെ ഇരുട്ട് കയറി ബന്ധിച്ചൊതുക്കിയിട്ട ഒരു വിഷയം നിങ്ങൾക്കറിയാം. 37 യഹസ്കേൽ പ്രവചനം 37 പറയാ, റാഥേനിയ റമാനഗഡഗസ്യ. ആൻഡ് ഈ പരിശുദ്ധാത്മാവ് ഈ മീറ്റിങ്ങിനെ കുറിച്ച് ദൈവാത്മാവ് തന്റെ ദാസിയോട് ഇങ്ങനെ ഇടപെടുകയാ, ഇതൊരു അസാധാരണ ദൈവപ്രവൃത്തിയായി മാറും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വില കൊടുത്തത് വെറുതെ അല്ലെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. തലമുറകളിലേക്ക്, ആത്മമണ്ഡലങ്ങളിലേക്ക് അസാധാരണമായ പ്രവൃത്തി തെളിയിക്കപ്പെടുവാൻ, ദേശത്തിന്റെ നടുവിൽ വെളിപ്പെടുവാൻ
അനുവദിക്കാതെ മറയിട്ട് കയറി വരുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ വേരോടെ പിഴുതുമാറ്റി 2026 അസാധാരണമായ പ്രവൃത്തിക്ക് വഴിമാറുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാ. ചൂടമാന ഹസ്തനാരകസ്യ അസ്തനം വൈഡമന ഘടകസ്യ റീബാന ഘടക ജൂഡിമാന ഘടകജാന വൈഡമന ഘടകസ്യ 2016 വിത്തിട്ട ചിലത് മുള പൊട്ടി പുറച്ചു വന്ന് പരസ്യമാക്കി അതരമന ഘടകസ്യ പന്തലിച്ച് പുറച്ചു കൊണ്ടുവന്നു. എന്നാൽ പകുതി വഴി പൂർത്തീകരിക്കുന്നതിന് മുൻപ് ആ മിനിസ്ട്രിക്കകത്തു പോലും വിശാലത വെളിപ്പെടുത്തിയതിനെ അടച്ചു കളഞ്ഞ ദേശത്തിന്റെ സ്വാധീനങ്ങളെ ഭേദിക്കുന്ന ഒരസാധാരണ മഹത്വം പട്ടണം കാണുക വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആക്കി വെച്ചത് വെറുതെയല്ല, ഇനിയും പ്രവർത്തിക്കാൻ ഉണ്ടെന്നാ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. എനിക്കറിയത്തില്ല, ദൈവാത്മാവ് അങ്ങനെ തന്നെയാ തന്റെ ദാസിയോട്, കർത്തൃദാസനോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. ഒരസാധാരണമായ പ്രവൃത്തിയുടെ അടുത്തൊരു തുടക്കം. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നെന്നാ പറഞ്ഞ. അത് വേഗത്തിൽ വെളിപ്പെടും, അത് വേഗത്തിൽ വെളിപ്പെടും. ഈ മിനിസ്ട്രി ഒരു അസാധാരണ പ്രവൃത്തിയായി സ്വർഗം വെളിപ്പെടുത്തുമെന്നാ ദൈവാത്മാവ് ഇടപെടുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയാ, പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ, നിങ്ങൾ കടന്നു പോകുന്ന വഴികളിൽ ശത്രു അടച്ചു കളഞ്ഞതിനെ നിങ്ങളുടെ തലമുറകൾ ആത്മീയ നന്മ പ്രാപിപ്പാൻ സമ്മതിക്കാതെ, നിങ്ങൾ ചിന്തിച്ചോണം, അവരുടെ മേൽ കിടക്കുന്ന വെളിപ്പാട് മോശ ജനിച്ചതുപോലെയുള്ളതാ. ഡിവൈൻ സുന്ദരന അല്ലെങ്കിൽ ദിവ്യ സുന്ദരൻ എന്നാ കണ്ടത്. നിങ്ങൾ ചിന്തിച്ചോണം, അങ്ങനെയുള്ള വാഗ്ദത്തമുള്ള സന്തതിയെ ദേശത്തിന്റെ സ്വാധീനവും നമ്മൾ പറയുന്ന പാരമ്പര്യത്തിന്റെ കേട്സും ചുറ്റി വരിഞ്ഞിട്ട് എത്തേണ്ട മേഖലകളിൽ എത്താൻ അനുവദിക്കാതെ അവരുടെ റൂട്ടിനെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഇരുട്ടിന്റെ സ്വാധീനത്തെ പ്രാർത്ഥിക്കുന്നവർ തിരിച്ചറിയണം. ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ വിളിച്ചു പറയുക, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഇന്ന് പകൽ അസാധാരണമായ പ്രവൃത്തി വ്യാപരിക്കുക. ഇന്ന് പകൽ നിങ്ങൾ ചിന്തിച്ചേ, ഈ യെഹെസ്കേൽ പ്രവചനത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം, പ്രവാചകൻ വെറും മനുഷ്യനായി എന്നെയും നിങ്ങളെയും പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഒരിക്കലും അസ്ഥിയുടെ നടുവിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. താഴ്വര ഇരുട്ടാ. 2, ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ പ്രവാചകൻ താഴ്വരയിലേക്ക് ഇറങ്ങുമ്പോ ഒന്ന് നിങ്ങൾ ഓർക്കണം, അഭിഷേകത്തിന്റെ ഹല്ലേലൂയ പ്രവൃത്തി എന്ന് പറയുന്നത് നിന്റെ ലൈഫിനകത്ത് പിശാച് ചുറ്റി വെച്ചിരിക്കുന്ന അഗാധമായ ഇരുട്ടിന്റെ സ്വാധീനങ്ങളെ ഇന്ന് പകൽ സ്വർഗം ഭേദിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചോ ഇന്ന് പകൽ? എനിക്കറിയത്തില്ല, രാജ്യങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ പിടിച്ചു കെട്ടിവെച്ചിരിക്കുന്ന ചില ശൂന്യതകളെ, ആധിപത്യ അടിമത്വങ്ങളെ ഇന്ന് പകൽ സ്വർഗം ഭേദിക്കുകയാണ്. നിന്നോട്, നിന്റെ കുടുംബത്തോടുള്ള വാഗ്ദത്തത്തെ തടയുന്ന ചില ആധിപത്യങ്ങളുടെ കേട്സിനെ ഇന്ന് പകൽ സ്വർഗം അഴിക്കുക. ഇതിനകത്ത് ഇതുവരെ നീ കണ്ടിട്ടില്ലാത്തത് സ്വർഗം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയാ, ചില കുടുംബങ്ങൾക്കകത്ത് രോഗമിട്ട് ചുറ്റിക്കുന്ന ചില മേഖലകൾ ഇന്ന് രാത്രി സ്വർഗം ഈ പകൽ അഴിക്കുക. ഇതിനകത്ത് നീ ജയിച്ച വ്യക്തിയാ, നീ ജയിച്ചതാണെങ്കിൽ വാഴേണ്ടവരാ, ക്രിസ്തുവിൽ വാഴേണ്ടതാ. ഇന്ന് പകൽ പറയാൻ നമുക്ക് ഭയങ്കര സ്പീഡാ, പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയാ, താഴ്വരയിലേക്ക് പ്രവാചകൻ ഒന്ന് ഇറങ്ങിയപ്പോൾ
ഒന്നാമത്തെ സംഭവം നടക്കുന്നത് ഇരുട്ടിനെയാ പൊളിച്ചത്. താഴ്വരക്കകത്തു ചുറ്റപ്പെട്ട് കിടന്ന പൈശാചിക സ്വാധീനങ്ങളുടെ ഉറവിടത്തെ പൊളിച്ചിട്ട ആ പ്രവാചകൻ താഴ്വരയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒറ്റ കാര്യമാ പരിശുദ്ധാത്മ പറയുന്നത്, നിന്റെ യാഗപീഠം ഒന്ന് പണിയാൻ ക്രിസ്തു വസിക്കുന്നെന്ന്. ഓ ശബാനഘടകസ്യ ദൈവ ഇന്ന് പ്രാർത്ഥിച്ച തന്റെ സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പിശാചിന് സമർപ്പിക്കരുത്. റോമർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് 8-ാം അധ്യായമാണെന്ന് തോന്നുന്നു, അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ അവയവങ്ങളെ ഈ ദിവസങ്ങളിൽ ക്രിസ്തു വസിക്കുന്ന അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയുകയാ, ഈ ക്രിസ്തു വസിക്കുന്ന മന്ദിരത്തെ ഒന്ന് പൊളിക്കാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാ പറയുകയാ, നിന്റെ കൂടാരത്തിനകത്ത് വാഗ്ദത്തത്തെ ഒതുക്കി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളെ ഇന്ന് പകൽ സ്വർഗം വിടുവിക്കുന്ന ദിവസമാണ്. വിളിച്ചത് വേർതിരിച്ചത് ഒരു വ്യത്യസ്തമായ വിഷയത്തിനകത്ത് ഇന്ന് മുതൽ ദൈവാത്മാവ് പറയാ, ഏതൊക്കെയോ മേഖലക്കകത്ത് ആത്മാവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുക കേട്ടോ. നിന്റെ കുടുംബത്തിനകത്തേക്ക് ആത്മാവിന്റെ പ്രവൃത്തി ഒരടയാളമായി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാ. പരിമിതികളെ പൊളിക്കും കേട്ടോ. സാഹചര്യങ്ങളെ സ്വർഗം പൊളിക്കും. യഹോവയുടെ കൈ വെളിപ്പെടും ഈ ദിവസങ്ങളിലാ. നിന്ദിക്കപ്പെട്ട മേഖലകളിലാ, അപമാനിക്കപ്പെട്ട മേഖലകളിലാ, ചോദ്യം ചെയ്യപ്പെട്ട വിഷയങ്ങൾക്കകത്ത് സ്വർഗത്തിന്റെ നീതിയുടെ കരം ഈ ദിവസങ്ങൾ വെളിപ്പെട്ടു വരുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രിയപ്പെട്ടവരോടുവാ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇടപെടുന്നേ. ചില മേഖലകൾക്കകത്തേക്ക് ആത്മാവിന്റെ അസാധാരണമായ പ്രവൃത്തി വ്യാപരിക്കുക. തടയപ്പെട്ട് കിടക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ വാതിലുകൾ ഇന്ന് പകൽ തുറക്കണം. തലമുറകളുടെ വാഗ്ദത്തങ്ങൾ നിങ്ങൾ ചിന്തിച്ച്, എവിടെയാ ഈ വിഷയം? നമ്മുടെ അവയവങ്ങൾക്കകത്ത വിഷയം. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ച്, ഒന്നാമത്തെ പ്രശ്നം ഇരുട്ട് മറച്ചു വെച്ചിരിക്കുക. ഇരുട്ട് മൂടി വെച്ചിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുന്നില്ല. കുറെ പ്രകടനത്തിനകത്ത് ജനത്തിന്റെ ബുദ്ധിമണ്ഡലം ചുറ്റപ്പെട്ട് കിടക്കുമ്പോൾ ഇതുകൊണ്ട് ജയിച്ചു നിൽക്കുന്ന, ഹല്ലേലൂയ, ഇതാണ് ശരിയെന്ന് പറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, വെറുതെയാ. കൃപയാൽ സ്വർഗം ഞങ്ങൾക്ക് 2 ചേർച്ച് തന്നിട്ടുണ്ട്. ഒന്ന് ഞാൻ പറയാം, ഈ കാലഘട്ടത്തിൽ വലിയ ദൈവപ്രവൃത്തികളെ കർത്താവ് ചെയ്യുന്നത് ജാതികളുടെ ഇടയിലാണ്. ഹല്ലേലൂയ. ഹിന്ദുക്കള്, ക്രിസ്ത്യൻ, അക്രൈസ്തവരായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുക. എന്താ കാരണം എന്നറിയോ? നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നതിനകത്ത് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോ ഇവർക്കൊന്നും അറിയത്തില്ല. യേശു എന്ന വിഷയത്തെ മാത്രം അറിയാം. ആ സ്നേഹം മാത്രം ഇവർക്കറിയാം. അത് മതി ഇവർക്ക്. ഒരു പാരമ്പര്യമോ പണമോ സമ്പത്തോ ഒരു സൗന്ദര്യമോ ഇതിലൊന്നും അവർ ഒന്നിനും ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം സ്നേഹത്തിൽ കവിയണമെങ്കിൽ, ഇന്ന് പകൽ യഥാർത്ഥ ദൈവവുമായിട്ടുള്ള ഒരു ആത്മീക ബന്ധത്തിനകത്ത് പ്രിയരെ നിങ്ങൾ കയറണം. പരിശുദ്ധാത്മാവിനോട് അങ്ങനെയാ പറയുന്നത്. ഇന്ന് പകൽ നിങ്ങൾ ചിന്തിച്ചോണം. ഒന്ന്, യെഹെസ്കേലിന്റെ, ഹല്ലേലൂയ, താഴ്വരയിലോട്ട് ഇറങ്ങിയപ്പോൾ ഇരുട്ട് മാറി. പ്രവാചകന്റെ മേൽ പുറപ്പെട്ട അഭിഷേകത്തിന്റെ അഗ്നിയുടെ തേജസ്സ ഇന്ന് പകൽ അവിടെ വെളിപ്പെട്ടതെങ്കിൽ, രണ്ടാമത്തെ വിഷയം നിങ്ങൾ തന്നെ പറഞ്ഞേ, ഈ പ്രവാചകന്റെ താഴ്വരയിലെ ഇരുട്ട് പൊളിച്ചപ്പോഴാ അസ്ഥിയുടെ അവസ്ഥയൊന്ന് കാണുന്നത്. ഇന്ന് പകൽ നീ പാർക്കുന്ന വീടിനകത്തോ നീ പാർക്കുന്ന ദേശത്തോ നിനക്ക് ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷ ദേശത്ത് വെളിപ്പെടാൻ അനുവദിക്കാതെ ആ മണ്ണിനകത്ത് ചുറ്റിയിരിക്കുന്ന ആഴങ്ങളെ പിടിച്ചു കെട്ടിയ ഇരുളിനെ പൊളിക്കാൻ, ആത്മാവിൽ ഒരു അഭിഷേകത്തെ പ്രാപിപ്പാൻ ഇന്ന് പകൽ എന്റെ പ്രിയപ്പെട്ടവരെ ആർക്ക് കഴിയും?
എന്നെ കേൾക്കുന്നവർ ഹല്ലേലൂയ, നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ഈ വചനത്തെ ഒന്ന് ഏറ്റെടുത്താൽ മതി. ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല ഇന്ന് പകൽ വിഷയം. ഹല്ലേലൂയ, പറയുന്നത് യേശു നിങ്ങളോട് സംസാരിക്കുക. ഇന്ന് പകൽക്കാലം ആത്മാവിൽ നിങ്ങൾ ഒന്ന് ഏറ്റെടുത്തേ. ഓ ശബാനഘടകസ്യ ലാംധിയാനിയ റമനഘടകസി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ പൊളിയുന്ന പകല, നിന്നോടുള്ള വാഗ്ദത്തങ്ങൾ പുറപ്പെടുന്ന പകല. എഴുതി വെച്ചോ. ഇന്നത്തെ ഡേറ്റ് മറക്കണ്ട. ചില മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ദൈവപ്രവൃത്തി നിങ്ങൾ ആയിരിക്കുന്ന മണ്ണിനകത്ത് ആ ദേശത്തിന്റെ മേൽ, രാജ്യങ്ങളുടെ മേൽ അത് വെളിപ്പെട്ടു വരും. അതിന് വിരോധമായി ചലിക്കുന്ന ഇരുട്ടിന്റെ മുഴുവൻ സ്വാധീനത്തെ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ക്യാൻസൽ ചെയ്യുക. റാബാസെ ശബാനഗഡഗ ശാന്താനിയ റാമാനഗ സെഖോനോറബസി ലാറാബാല ഗസെഖനറെസിയ റാബാഷെ. ഓ ശമാനഗഡഗസിയ ലാംധേനിയ റമനഗഡഗസെ അൽഖനാരഗതുനി വൈഡമനഗഡഗസിയ. ലക്ഷ്മി പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുകയാ, നിന്റെ വീടിനകത്ത് വെളിപ്പെട്ടു വന്നത് സ്വർഗം ചില വ്യത്യസ്തമായ തിരഞ്ഞെടുപ്പ് വ്യത്യസ്തമാക്കിയ തിരഞ്ഞെടുത്ത് ഒരിക്കലും ഇതിനകത്ത് നിൽക്കാൻ അനുവദിക്കാതെ പിശാച് ഒന്നിനു പിറകെ ഒന്നായി പ്രതിസന്ധികളിട്ട് പ്രതികൂലങ്ങളെ കൊണ്ടുവന്ന വീടിനകത്തും വാഗ്ദത്തങ്ങളെ പോലും അടച്ചു കളഞ്ഞ ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ പൊളിച്ചിട്ട ഇന്ന് പകൽ പരിശുദ്ധാത്മാവനോട് പറയുകയാ, പെൻഡിങ് ആയതിനെ സ്വർഗം പൊക്കിയെടുക്കുക. 26 ഒരത്ഭുതമാക്കി ഞാൻ മാറ്റുമെന്ന് തന്റെ ദാസിയോട് ദൈവാത്മാവ് ഇടപെടുകയാ. ശബാനഘടകസ്യ പിന്തുടർന്ന് കയറി വന്ന് ചുറ്റിച്ച ജുഡമനഘടകസ്യ ഉണക്കിക്കളയുന്ന ചില നിർജീവത്വങ്ങളെ, വീടിനകത്ത് ചുറ്റിക്കുന്ന വാഗ്ദത്തങ്ങളെ തടഞ്ഞു വെക്കുന്ന സ്വാധീനങ്ങളുടെ ഉറവിടത്തെ ഇന്ന് പകൽ സ്വർഗം അഴിക്കുകയാ ആത്മാവിൽ. ദൂതുകളും പ്രവചനങ്ങളും ഒത്തിരി കിടക്കുക. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവേ ചോദ്യം, എന്താ ദൈവമേ സംഭവിക്കാത്ത? ഇന്ന് പകൽ ദൈവാത്മാവരെ ചില മൂടുപടം ഞാൻ കീറും ആത്മാവിൽ. ഈ 2026 നിന്റെ ലൈഫിനെ ഞാൻ ചേഞ്ച് ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. ഇന്ന് പകൽ അസാധാരണ പ്രവൃത്തി വ്യാപരിക്കുക. ചില തടസ്സങ്ങൾ വഴിമാറുക കേട്ടോ. ഇതിനകത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഏൽപ്പിച്ചു കൊടുത്തോ. ചില ബിസിനസ് മേഖലകൾക്കകത്ത് ഇടർച്ച വരുത്തി, തകർച്ച വരുത്തി, വെളിപ്പെട്ട് കയറാൻ അനുവദിക്കാതെ വെളിപ്പെട്ട് നിൽക്കുന്ന ചില ആധിപത്യങ്ങളുടെ സ്വാധീനം ഇന്ന് പകൽ ഇതിനകത്തുനിന്ന് സ്വർഗം എടുത്തു മാറ്റുക. റാംധേനി ലബാനഗസ്യ. ഇന്ന് പകൽ എനിക്കറിയില്ല പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാവിൽ എന്ത് സംസാരിക്കുന്നു അത് മാത്രമേ ഞാൻ ഇന്ന് പകൽ പറയുന്നുള്ളൂ. നീ ഏറ്റെടുത്ത ചില രേഖകൾ തിരിയുകയാണ്. ഇന്ന് പകൽ എനിക്കറിയില്ല ചില രേഖകൾ ഗവൺമെന്റുമായി കണക്ട് ചെയ്ത ചില പേപ്പേഴ്സിനകത്ത് ചില സൈൻ വീഴുന്നത് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഡിക്ലെയർ ചെയ്യാതെ ദൈവദാസന്മാരോട് വ്യക്തമായി വിളിച്ചു പറയുകയാണ്. ചില ദേശത്ത്, ചില പട്ടണത്തിനകത്ത് ഈ ദിവസങ്ങളിൽ ആരാധനയ്ക്ക് വിരോധമായി എഴുന്നേറ്റ് വരുന്ന ചില അജണ്ടകളുടെ സ്വർഗം പൊളിക്കുക ഇന്ന് പകൽ. നോർത്ത് ഇന്ത്യയിൽ, UP-യില്, ഡൽഹിയില്, അതുപോലെയുള്ള ഓരോ സ്റ്റേറ്റുകളിലും ഇന്ന് പകൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. ശബാനഘടകസ്യ ജിറ്റിമോൾ ഉണ്ടായിരുന്ന മീറ്റിംഗിലാണെന്ന് എനിക്ക് തോന്നുന്നു. ദൈവാത്മാവിനോട് വ്യക്തമായി പറഞ്ഞൊരു ദൂത,
ആരാണോ സൈൻ ചെയ്ത് ആലയങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റത്, അതേ സ്ഥലത്ത് അതേ ഒപ്പിട്ടവരെ കൊണ്ട് തന്നെ അതിനെ തിരുത്തുന്ന, സൈൻ വെളിപ്പെടുത്തുന്ന ഒരാത്മാവിന്റെ പ്രവൃത്തി, ഒരു റിവൈവലിനെ ദൈവം ഓപ്പൺ ചെയ്യും. വിശ്വസിക്കാൻ കഴിയുമോ? നമ്മൾ വിശ്വാസിയാ. നമ്മൾ കുറെ പറയും, അത് ചെയ്യും ഇത് ചെയ്യും, വെറുതെയാ. ഇന്ന് പകൽ മടങ്ങി വാ. മടങ്ങി വാ പ്രിയപ്പെട്ടവരെ. എന്തിനാ? ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനാ എന്റെ ദൈവം. ഇന്നും അത് നടക്കും. നടക്കും. റിമനഘടകസ്യ കർത്താവിന്റെ അഭിഷിക്തന്മാർ ഡൽഹിയിലോ രാജസ്ഥാനിലോ അർദ്ധേനിയ ആന്ധ്രയിലോ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് മുതൽ പരിശുദ്ധാത്മ വ്യക്തമായി വിളിച്ചു പറയുകയാ. ഉണ്ട്. കർത്താവ് തുടങ്ങിക്കഴിഞ്ഞു. രഹസ്യമായി പ്രാർത്ഥിക്കുന്ന, കരയുന്ന, ദേശത്തിന്റെ മേൽ വെളിപ്പെട്ടു വരേണ്ട തീയെ തടയാൻ അജണ്ട ഇട്ടിരിക്കുന്ന പൈശാചിക യൂണിറ്റുകളെ തകർക്കുന്ന ആത്മാവിന്റെ തീ വെളിപ്പെടുക. ഈ കാലഘട്ടം ചിലത് പിടിക്കും. 2026 മുതൽ ചിലത് അടയാളത്തോട് വെളിപ്പെട്ടു വരും. ഇത് വെറുതെ പറയുന്നതല്ല പ്രിയരെ. ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്ന കാര്യങ്ങളാ, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ. ഒന്ന് നിങ്ങൾ ഓർത്തോ, നീ പ്രാർത്ഥിക്കുന്നത് ഹല്ലേലൂയ, നിന്റെ അവയവങ്ങളെ ഉടച്ചൊന്ന് പണിതേ, മടങ്ങി വന്നേ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നേ. വിഷയത്തിലേക്ക് വരിക. ഹല്ലേലൂയ. ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യം, എല്ലാരോടും ദൂത് വചനത്തിൽ കൂടെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പഞ്ചേന്ദ്രിയത്തിനകത്താ പിശാച് കയറി എന്ത് ചെയ്തേ? നമ്മളെ ഒതുക്കിയിട്ടിരിക്കുന്നേ. നമ്മൾ പുറമെ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ പുറമെ ആരാധിക്കുന്നുണ്ട്, ഇതൊക്കെ ശരിയാ. യഥാർത്ഥത്തിൽ ഈ അവയവത്തെ ഒന്ന് ഉടച്ചാൽ ഇന്ന് പകൽ യഥാർത്ഥ ജീവൻ പുറത്തു വരും. നിങ്ങൾ ചിന്തിച്ചോണം, തൻ്റെ ഇടമുള്ളവൻ, അഭിഷേകം അകത്തുള്ള ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുമ്പോൾ തെളിയിച്ചു കൊടുക്കുക. തോട്ടിൽ നിന്ന് വെള്ളം കോരി മണ്ണിനെ, യാഗപീഠത്തെ നനച്ചെന്ന്. ഈ തൻ്റെ ഇടവും ഈ ഒരു ഉറപ്പും ഇതുപോലെ വെളിപ്പെട്ട ഒരു വിഷയമാണ്. 276 പേരുമായി സഞ്ചരിക്കുന്ന പൗലോസ് മെലീത്തയിലേക്ക് വെളിപ്പെടുമ്പോൾ റോമ ഗവൺമെന്റിന്റെ അകത്ത്, അല്ലെങ്കിൽ റോമിൽ എത്തി, റോമിന്റെ മുൻപിൽ, കൈസറുടെ മുൻപിൽ നിൽക്കാൻ അനുവദിക്കാതെ വഴിയിൽ തകർക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചോണം, 22 അപ്പോസ്തല പ്രവൃത്തിയിൽ കർത്താവിന് നന്നായിട്ടറിയാം. അപ്പോ പൗലോസ് ഗമാലിയന്റെ പാദപീഠത്തിൽ വിദ്യാഭ്യസിച്ചവൻ, 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, അന്യഭാഷയിൽ കുറവില്ലാത്തവൻ, പറയാൻ ഒത്തിരി ക്വാളിറ്റി നിൽക്കുമ്പോ 22-ാം അധ്യായത്തിൽ വന്നിട്ട് സ്വർഗത്തിലെ ദൈവം രാത്രിയിൽ തന്റെ അടുക്കൽ വന്ന് പറഞ്ഞെന്നാ പറഞ്ഞേ. ചിന്തിച്ചോണേ, 21 വരെ പോയപ്പോൾ അനുഭവിച്ച കഷ്ടതയിൽ കൂടെ അല്ല കുഞ്ഞെ നീ അടുത്ത് പോകേണ്ടത്. നീ നിന്നെ തന്നെ ഒന്നുകൂടെ ഒരുക്കിക്കോ. പ്രാപിച്ചതും കൊണ്ട് ഇരുന്നാ പോരെന്നാ. പുതിയതുമായി കേറിയെങ്കിലേ ചിലയിടത്ത് നിൽക്കാൻ പറ്റുമോ? ഇന്ന് പകലൊന്ന് മടങ്ങി വരാൻ പറ്റുമോ? നമ്മൾ ഇരിക്കുന്നത് മുഴുവനും എന്താ? അറിവുണ്ട്. ഇന്ന് പകൽ ഈ അറിവെല്ലാം ഒന്ന് പൊളിയട്ടെ. എന്നിട്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഒരു ശിശുവിനെ പോലെ പകലൊന്ന് മടങ്ങി വാ. മടങ്ങി വന്നാലേ നിന്റെ കൂട്ടുവിശ്വാസിയെ സ്നേഹിക്കൂ, നിന്റെ ആലയത്തെ സ്നേഹിക്കൂ. പാസ്റ്റർക്കും ആന്റിക്കും മാത്രമുള്ളതല്ല ആലയം. നീ പാർക്കുന്ന പട്ടണം കാവൽക്കാരാ നീ. ഇന്ന് പകൽ മടങ്ങി വരാൻ പറ്റുമോ? പ്രാർത്ഥനയുടെ കൈമതിലിനകത്തേക്ക്, പ്രാർത്ഥനയാകുന്ന ഒരു ചങ്ങലക്കകത്തേക്ക് കയറാൻ എത്ര പ്രിയപ്പെട്ടവർക്ക് കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിഷയത്തിനകത്തൊക്കെ അങ്ങ് ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് തരുക ഇന്ന് പകൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് മടങ്ങി വരാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ, മടങ്ങി വരാൻ കഴിയുമോ? എന്താണെന്നറിയാമോ? നമ്മൾ മടങ്ങി വരാത്തടത്തോളം കാലം നമ്മൾ ഇരിക്കുന്ന ഇടത്ത് അണലി എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ചിന്തിച്ചേ. കപ്പലിനകത്തെ തകർച്ച, ഇതിനകത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റിയില്ല?
കേറി വരുമെന്ന് പ്രതീക്ഷയല്ല. കപ്പലിന് തന്നെ തകർക്കാൻ, കപ്പലും അല്ലെങ്കിൽ കപ്പലിനകത്തുള്ള ജനത്തെയും ദേശത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ആ വെള്ളത്തിനകത്ത് നിന്ന് കയറി വരുന്ന ഇരുളിനെയും പൂട്ടാൻ അഭിഷേകമുള്ള പൗലോസിന്റെ മേൽ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ട് നിൽക്കുക. ഇന്ന് മുതൽ നിങ്ങൾ ചിന്തിച്ചേ, അഭിഷേകമുള്ള പൗലോസിന്റെ മേൽ ഇത്രയും വെള്ളത്തിന് മുക്കി ഈ ജനത്തെ കൊല്ലാൻ എന്ത് ചെയ്തില്ല? പറ്റിയില്ല. ഈ ദീർഘദൂരം യാത്ര ചെയ്യണം, കേറി വരിക. ഞാൻ വേഗത്തിൽ അങ്ങ് പോകുക. കരയിൽ വന്നപ്പോ നിങ്ങൾ ചിന്തിച്ചോണം, സ്വീകരിച്ചത് ഹല്ലേലൂയ മെലീത്തയിലെ അല്ലെങ്കിൽ ആ ജനത്തെ, അവിടെയുള്ള എല്ലാ ആളുകളും ഇവരെ സ്വീകരിച്ചത് നോക്കിയേ, വലിയ അതിഥി സൽക്കാരമായിട്ടാ. അപ്പോഴാ അഭിഷേകം വെളിപ്പെടാൻ തുടങ്ങിയ. കാലിനകത്ത് തീ വെളിപ്പെട്ടാൽ ഇന്ന് പകൽ നിന്റെ അകത്ത് എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിനോ ഇത് എന്റെ മൺകൂടാരത്തിൽ നിക്ഷേപമായി വെളിപ്പെട്ടാൽ, ഈ നിക്ഷേപം ഉണ്ടല്ലോ വെളിപ്പെടാൻ തുടങ്ങും. പക്ഷെ ഇന്ന് പകൽ നമുക്ക് ചോർച്ച സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ അളവ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ലെന്നേ. ഇത് വീര്യമുള്ളതാ. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കണേ, അകത്തു പകർന്നിരിക്കുന്ന അഭിഷേകത്തിന് വിലയുണ്ട് കേട്ടോ. വെറുതെ തന്നതല്ല ദൈവം. കർത്താവിന്റെ ദാസി ആ രാജ്യത്ത് ചെന്നിട്ട് വെറുതെ അവിടെ ഇത്രയും കാലഘട്ടം കർത്താവിന്റെ വേല ചെയ്തതല്ലെന്നേ. അകത്തു കൊടുത്തിരിക്കുന്ന അഭിഷേകത്തിന്റെ തീ അഭിഷക്തന്റെ മേൽ വെളിപ്പെട്ടത് ആ ദേശത്ത് പകരപ്പെടാൻ തുടങ്ങി. എത്രയോ വെട്ട് കിട്ടി, കുത്ത് കിട്ടി, വേദന കിട്ടി, ചിന്തിച്ചേ. പക്ഷേ വിട്ടുകൊടുത്തോ? ഓരോ ദിവസവും നിങ്ങൾ ചിന്തിച്ചോണേ, ഈ ദിവസങ്ങളിലുണ്ടല്ലോ ക്രിസ്തുവിൽ വാഴുന്നവരാണെന്ന് നിങ്ങൾ അധികാരത്തോടെ സന്തോഷത്തോടെ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ വീടിനകത്ത് പതുങ്ങിക്കിടക്കുന്ന മണ്ണിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ചില ആധിപത്യങ്ങളെ നിങ്ങൾ വെട്ടണം. യെശയ്യാ പ്രവചനം 51:9 യെരൂശലേം പുത്രിമാരെ, അങ്ങനെയാ വാക്യം തോന്നുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? ഉണരുക. പണ്ടത്തെ തലമുറയിലും ആ വാക്യം ഒന്ന് വേഗത്തിൽ എടുത്തവർക്കൊന്ന് വായിക്കാം. യഹോവയുടെ ഭുജമേ ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീ അല്ലയോ? ഇന്ന് പാൽ മതി. നിങ്ങൾ ചിന്തിച്ചേ, രഹബിന്റെ ശക്തിയെ വെട്ടണമെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന പോലെ ഇരുന്നാ പോരെന്ന്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവൻ നിങ്ങളുടെ ശരീരങ്ങളെ, പണ്ടത്തെ കാലത്ത് ഉണർവ് ഇന്ന് വെളിപ്പെട്ടാൽ ദേശം ഭയപ്പെടും, പൈശാചിക സ്വാധീനങ്ങൾ വിറയ്ക്കും. ഉണർവ് വെളിപ്പെട്ടാൽ ഒരിടത്തും അതിനെ ഒതുക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യേ? ഇത് തളർച്ചകൾ ഉണരാനാ പറയുന്നത്, ശക്തി ധരിച്ചു കൊള്ളാൻ. അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മുടെ ശക്തിയെയാണ് പിശാചിന്റെ ടാർജറ്റ്. നിങ്ങൾക്ക് എന്റെ കൂടെ ഉണ്ട്. പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ ശക്തിയെ എന്ത് ചെയ്യുക? ഒരു പ്രാർത്ഥിക്കുന്ന ഭക്തനെ, ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനെ, ആരാധിക്കുന്ന ദൈവ പൈതലിനെ, അവരുടെ അകത്തെ അവയവത്തെയാണ് ഈ ദിവസങ്ങളിൽ പിശാച് ടാർജറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ ടാർജറ്റ് വെളിപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? ചില മേഖലകൾക്കകത്ത് ഈ ഹല്ലേലൂയ യെരൂശലേമിന്റെ മതില് പണിത് പൂർത്തീകരിക്കുമെന്ന് ഹല്ലേലൂയ തോബിയാവിനും സൽബല്ലത്തിനും മനസ്സിലായപ്പോൾ അവര് ചെയ്തത് എന്താണെന്നറിയാമോ? എത്രയും പെട്ടെന്ന് മതിൽ പണി പൂർത്തീകരിക്കും. പക്ഷെ അതിനു മുൻപ് പണിയുന്നവന്റെ ശക്തിയെ ക്ഷയിപ്പിക്കാനാ പദ്ധതിയിട്ടെ. ഈ ദിവസങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുന്ന ദൈവസഭകൾക്ക്, ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുന്ന രാജ്യങ്ങൾക്ക് വിരോധമായി പ്രാർത്ഥിക്കുന്നവനെ തളർത്തിക്കളയുന്ന പൈശാചിക സ്വാധീനത്തെ ഈ ദിവസങ്ങൾ ദൈവമക്കളെ നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ.
തിരിച്ചറിയണം. ഈ ദിവസങ്ങളിലാ തിരിച്ചറിഞ്ഞാൽ, ഞാൻ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഒരു പൗലോസ് മെലീത്തയിലെത്തിയപ്പോൾ സ്വീകരിച്ചവൾ സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്തു? തന്നെ തള്ളി പറഞ്ഞു. ഇതാ നമ്മുടെ കാലഘട്ടം. എന്താണെന്നറിയാമോ? അഭിഷേകം വെളിപ്പെട്ടപ്പം ചിലത് തള്ളിപ്പറയും. എന്താണെന്നറിയാമോ? എന്റെ ചിന്തയാ, ഇതുപോലെയുള്ള അഭിഷേകം ഉള്ളത് ചിലത് പട്ടണത്തിലോട്ട് ഇറങ്ങിയാൽ ഈ തണുപ്പ് പിടിച്ച് കിടക്കുന്നതിനെയൊക്കെ വലിച്ചു പുറത്തെടുക്കാൻ പറ്റും. ചില സഭകൾക്കകത്തും അല്ലെങ്കിൽ ചില പട്ടണത്തിന് രാജ്യത്തിനകത്തൊക്കെ ചെല്ലുമ്പോൾ ചില സ്പിരിറ്റിന്റെ ഉറവിടത്തെ, ആ റൂട്ടിനെ പൊളിക്കണമെങ്കിലുണ്ടല്ലോ, അത് നമ്മൾ തിരിച്ചറിയണം. ഈ ദിവസങ്ങളിൽ മടങ്ങി വാ. പരിശുദ്ധാത്മ വ്യക്തമായി പറയുകയാ, നമ്മുടെ അകത്തെ മനുഷ്യനെ പ്രാകൃതനാക്കുന്ന പൈശാചിക സ്പിരിറ്റുകളെ പൊളിക്കാനുള്ള ആത്മാവിന്റെ അഭിഷേകത്തിന്റെ തീയെ ഈ ദിവസങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. പരിശുദ്ധാത്മാ പറയുകയാ, ദൈവത്തിന്റെ മഹത്വം കൂടാരത്തിനകത്ത് വെളിപ്പെടും. തലമുറയുടെ മേൽ ഇന്ന് പകൽ ദൈവാത്മാ പറയുന്നു, തലമുറയുടെ മേൽ ഒതുക്കപ്പെട്ട് കിടക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരം ചലിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുകയാ. ഈ കാലഘട്ടം ചിലത് വിളിച്ചു പറയുകയാ. ഒതുക്കിക്കളഞ്ഞ, പ്രാർത്ഥിച്ചിട്ടും മറുപടി വെളിപ്പെടാൻ അനുവദിക്കാതെ വഴിമാറ്റിക്കളയുന്ന പൈശാചിക മണ്ഡലങ്ങളെ പൊളിക്കുന്ന ദൈവപ്രവൃത്തി ആ ശരീരത്തിനകത്തേക്ക് ഇന്ന് പകൽ വചനത്തിന്റെ ശക്തി ഹീലാകുക. എനിക്കറിയില്ല, ദൈവാത്മാവ് പറയുന്നുണ്ട്, ആരോഗ്യത്തിന്റെ മേൽ ഇന്ന് പകൽ ഒരു അസാധാരണ അനോയിന്റിങ്ങിനെ പകരുകയാ, ഒരു ഹീലിംഗ് അയക്കുകയാ. ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാ പറയാ, ചില രോഗബന്ധനത്തിന്റെ കെട്ടിനെ സ്വർഗം അഴിച്ചു മാറ്റുകയാ. ആത്മാവിൽ ചിലത് വിടുവിക്കപ്പെടുകയാ. രാജ്യങ്ങളുടെ നിയമങ്ങളെ തിരുത്തുന്ന ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽ ഇതിനകത്ത് വെളിപ്പെടുക. നിങ്ങൾ ചിന്തിച്ചേ, അഭിഷേകമുള്ള വചനം പറയുകയാ. ഹല്ലേലൂയ. ഏലിയാവ് വെല്ലുവിളിച്ച വെല്ലുവിളി, ഈ വിഷയങ്ങളെല്ലാം കണക്ട് ചെയ്ത് വരെ എനിക്കറിയത്തില്ല. ഇന്ന് പകൽ യാഗപീഠം പുതുക്കി പണിയാനാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എവിടെയൊക്കെയോ നമ്മുടെ അകത്തെ മനുഷ്യൻ ആത്മമനുഷ്യനാകാൻ ഉണ്ടെന്ന്. ഹല്ലേലൂയ. എവിടെയൊക്കെയോ ആത്മമനുഷ്യനാകാനുണ്ടെന്നോ നിങ്ങൾ സമ്മതിക്കണ്ട. പക്ഷെ പരിശുദ്ധാത്മാ പറയുന്നത്, ഇതിനകത്തിരിക്കുന്നവരോടാ ദൈവാത്മാവ് ഇടപെടുന്നേ. ഒന്ന് മടങ്ങി വരാൻ. അതിനാ വചനം പറഞ്ഞ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, 10 പേർ എന്ത് ചെയ്തു? പിതാക്കന്മാരുടെ കാലഘട്ടത്തിനകത്ത് സ്നാനപ്പെട്ടു. 10 പേരൊന്നില്ല, ഞാനങ്ങ് പറയുക. ഒരു കുടുംബത്തിൽ നിന്ന് 10 എണ്ണം പോയി സ്നാനപ്പെട്ടു. ഒരേ വീട്ടിൽ നിന്നാ പോയത്, ഒരേ പാസ്റ്റ കീഴിലാ സ്നാനപ്പെട്ടെ, ഒരേ വെള്ളത്തിലാ മുങ്ങിപ്പൊങ്ങിയെ, ഒരപ്പത്തിന്റെ അംശികളാ. പക്ഷേ ഉണ്ടല്ലോ, വചനം പറയുക, ഇവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവത്തിന്റെ പ്രസാദം ഇല്ലെങ്കിൽ പിന്നെ ജീവിതം കൊണ്ട് ആത്മീയ ജീവിതം എന്ന് പറഞ്ഞു നടന്നിട്ട് എന്തേലും അർത്ഥമുണ്ടോ? ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രസാദം നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടുന്നുണ്ടോ? നിന്റെ ജീവിതത്തിനകത്തോ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്തോ, നിന്റെ ആരാധനയ്ക്കകത്തോ ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ ജയിച്ചവളായി വാഴാനാ ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില തലമുറകൾക്ക് വേണ്ടി ആ കൃപായബി പരിശുദ്ധാത്മാ പറയാ, കുഞ്ഞിന്റെ മേൽ ദൈവത്തിന്റെ അസാധാരണമായ പ്രവൃത്തി. മോനെ, ദൈവം നിന്നോട് പറഞ്ഞ വാക്കിന് മാറ്റമില്ല കേട്ടോ. എന്നോട് കർത്താവ് അങ്ങനെ പറയാ. നിന്നോട് കർത്താവ് പറഞ്ഞ വാക്കിന് മാറ്റമില്ല. അത് വേഗത്തിൽ വിട്ട് പരിശുദ്ധാത്മാ പറയുന്നു, അത് നിന്റെ മുൻപിൽ വെളിപ്പെടും. അത് വെളിപ്പെടാൻ അധികം കാലതാമസമില്ലെന്ന്. ആ ശമനഘടകസ്യ ദൂതും പ്രവചനവും ഒക്കെ കേട്ടു മടുത്തു. ഇതിലൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല.
എന്നോട് ദൈവാത്മാവ് പറയുന്ന കാര്യ പറയുന്നത് കേട്ടോ. ഓ ശബാന ഘടകസ്യ, ഒന്നിനും എന്ത് ചെയ്യുന്നില്ല, ഇപ്പൊ ഒരു വിശ്വാസം വരുന്നില്ല, ഒന്നിനോട് ഒരു ഇഷ്ടം തോന്നുന്നില്ല. പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി വിളിച്ചു പറയാ, നിന്റെ കണ്ണുനീരിന് നീ ആർക്കും പിടികൊടുക്കത്തില്ല. എന്നോട് ദൈവാത്മാവ് പറയാ, നീ ആരുടെ മുൻപിലും പോയിരുന്ന് കരയുന്നവളല്ല. നീ ആരും കാണാതെ പുറമെ നീ സന്തോഷം അഭിനയിച്ച അകത്തളങ്ങളിൽ നീ കരഞ്ഞുകൊണ്ട് ചില വിഷയം ചോദിക്കുമ്പോ ഇന്ന് പോലെ ദൈവാത്മ പറയുകയാ, ഓ 8-ാം മാസം നീ കുറിച്ചു വെച്ചോ, നിന്റെ മുൻപിൽ അടയപ്പെട്ട ഡോർ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കും. എങ്ങനെ സാധിക്കുമെന്ന് നീ ചോദിക്കണ്ട. പരിശുദ്ധാത്മ പറയാ, എവിടെ എത്തണമെന്ന് തമ്പുരാൻ കൽപ്പിച്ചോ അവിടെ നിനക്ക് വേണ്ടി വഴി തുറന്ന അസാധാരണമായ പ്രവൃത്തി വെളിപ്പെടും. ഇങ്ങനെ ദൈവാത്മ പറയാ, ഇസഹാക്കിന് വാഗ്ദത്തമായി വെളിപ്പെട്ടു വരേണ്ട കിണറിനെ മുഴുവൻ മണ്ണിട്ട് മൂടി ഫെലിസ്ത്യൻ. പക്ഷെ ഇസഹാക്കിന് വേണ്ടി ഒരു ഗരാർ താഴ്വരയിൽ സ്വർഗം ഒരു സ്ഥലം കൊടുത്തു. അവിടെ ഒരു കിണർ വെളിപ്പെട്ടു. ആ സ്ഥലത്തിന് രഹബോത്ത് എന്ന് വെളിപ്പെട്ടു പേര്. ഇന്ന് പോലെ നീ എഴുതി വെച്ചോ, നിന്റെ ലൈഫിനകത്ത് വഴി ഓപ്പൺ ആകുക. മോനെ, പരിശുദ്ധാത്മാവിനോട് പറയാം, മനുഷ്യന്റെ മുൻപിൽ തുറക്കുന്നതിനും അപ്പുറം സ്വർഗം നിന്റെ വാക്കുകൾക്ക് അടയപ്പെട്ടത്. പരിശുദ്ധാത്മാവ് പറയുന്നു, 2019 മുതൽ നിന്റെ ലൈഫിനകത്ത് പൂട്ടിയ ചിലത് സ്വർഗം ഇന്ന് പോലെ തുറക്കുക. അത് ചില രേഖകൾ തിരിയുക. നിന്നോടുള്ള വാഗ്ദത്തം വലുതാ കേട്ടോ. ആ വാഗ്ദത്തത്തിനകത്ത് നിന്നെ കയറ്റും. നിന്റെ പ്രതീക്ഷകൾ ഒന്നും അസ്തമിച്ചില്ല. നീ നിൽക്കുന്ന റൂട്ട് ശരിയാ. തമ്പുരാന് ചിലത് ശരിയാക്കാനുണ്ട്, ദൈവത്തിന് ചിലത് കറക്റ്റ് ചെയ്യാനുണ്ട്. അത് ഈ ദിവസങ്ങൾ കറക്റ്റ് ചെയ്യും. നീ പ്രാർത്ഥിച്ചോ. അകത്തു വെളിപ്പെട്ടു വരേണ്ട വിടുതലും പുറത്തു വെളിപ്പെടേണ്ട വിടുതലും രാജ്യങ്ങളിൽ വെളിപ്പെടേണ്ടതും സ്വർഗ ഈ ദിവസങ്ങളിൽ കൃപ എന്ന വ്യക്തിക്ക് വേണ്ടി തുറക്കുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാ. അടയാളമായി അത് വെളിപ്പെട്ടു വരും. പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽ ദൈവാത്മാവ് പറയാ, ചില എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ മണ്ണിനകത്ത് ഒരു വിടുതൽ നടക്കണം. കെട്ടുകിടക്കുന്ന വിഷയം തളിർക്കാൻ പോവുക. ആരോടൊക്കെ പരിശുദ്ധാത്മ പറയാ, മടുത്തു, നിരാശപ്പെട്ട് മടുത്ത് ഇനി ആ വിഷയം വേണ്ട. അത് തലമുറയാകട്ടെ, ജോലിയാകട്ടെ, നീ പാർക്കുന്ന ദേശമാകട്ടെ, ശുശ്രൂഷയാകട്ടെ, സഭയാകട്ടെ, ഏത് മേഖലയാകട്ടെ, ഇന്ന് പോലെ ദൈവാത്മ പറയാ, ആ കെട്ടതിനകത്തോട്ട് ലോകം മുഴുവൻ പറയും നീ വളരത്തില്ല, നിന്നിൽ ഒരു തളിർപ്പ് വെളിപ്പെടത്തില്ല, നിന്റെ തലമുറ എത്തേണ്ടടുത്ത് എത്തത്തില്ല. പരിശുദ്ധാത്മ പറയാ, ചുറ്റിയിട്ടിരിക്കുന്ന ചില കാട്ടുവള്ളിയൊക്കെ കയറി വീടിനകത്ത് വെളിപ്പെട്ടു വരേണ്ടതിനെ പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെ അകത്ത് വീടുകൾക്കകത്ത് ഇരുട്ട് അടഞ്ഞു കിടക്കുന്ന ചില ആധിപത്യങ്ങളുടെ കേഡ്സ്, ചിലതിനെ ചുറ്റിച്ചിട്ടിരിക്കുന്ന പൈശാചിക തന്ത്രങ്ങളുടെ ഉറവിടം ഇന്ന് പോലെ സ്വർഗം അഴിച്ചു മാറ്റുക ആത്മാവിൽ. നിങ്ങൾ ആകേണ്ട സ്ഥലങ്ങളിൽ നിങ്ങളുടെ യാത്രകളെ ബ്ലോക്ക് ചെയ്ത, നിങ്ങളോടുള്ള കുടുംബങ്ങളോട്, തലമുറകളോട്, രാജ്യങ്ങളോട് നിങ്ങൾ ഇരിക്കേണ്ട പൊസിഷനുകളെ വെളിപ്പെടുത്താൻ അനുവദിക്കാതെ, നന്മകൾ വെളിപ്പെട്ടു വരാൻ സമ്മതിക്കാതെ, പ്രാർത്ഥനയിലേക്ക് കയറാൻ അനുവദിക്കാതെ, നിങ്ങളുടെ ആരോഗ്യങ്ങൾക്കകത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന പൈശാചിക സ്വാധീനങ്ങളുടെ ഉറവിടം ഇന്ന് പകൽ സ്വർഗം അഴിക്കുകയാണ്. ആത്മാവിൽ അത് വെളിപ്പെട്ടു വരികയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വ്യക്തമായി നിങ്ങളോട് പറയുന്നതാ, ഈ ദിവസങ്ങൾ ഒന്ന് മടങ്ങി വരാൻ നിങ്ങൾ തയ്യാറാണോ? തോട്ടിലെ വെള്ളമാണ് നിനക്ക് തടസ്സമെങ്കിൽ, ഇന്ന് പോലെ ഞാൻ പറയാ, 139 സങ്കീർത്തനത്തിൽ പറഞ്ഞു, മുൻപും പിൻപും അവൻ എന്റെ അടച്ചു.
ദൈവം അടച്ചിട്ട് അവിടെ ഒരു വാക്യം ഇങ്ങനെ പറയുക, അവന്റെ കൈ എൻ്റെ മേൽ അനുഗ്രഹമായെന്ന ഭാരമായെന്നല്ല. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടേ. നമ്മൾ ഒരു വാക്ക് പോലും, നീ കഷ്ടതയുടെ ഏറ്റവും വലിയ ഇപ്പൊ തന്നെ നിന്റെ ശരീരത്തിൽ നിന്ന് ശ്വാസം വിട്ടുപോകുന്ന കഷ്ടതയുടെ വിതയ്ക്കകത്താണ് നീ കിടക്കുന്നതെങ്കിലും നിന്റെ അതരത്തിനകത്തുനിന്ന് ഒരു നെഗറ്റീവ് വാക്ക് പുറത്തു വരാൻ അനുവദിക്കാതെ നീ പോസിറ്റീവ് തന്നെ സംസാരിച്ചു തുടങ്ങിക്കേ. ആത്മാവ് ചൈതന്യമായ നിന്റെ അകത്തെ ക്ഷയിക്കപ്പെട്ട അവയവങ്ങളെ ബലപ്പെടുത്തുന്ന ആത്മമണ്ഡലങ്ങളെ തുറക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കും. ചിലർ പറയും മുമ്പും പിമ്പും അടച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ചിലത് അടയ്ക്കുന്നത് നല്ലതാ. എങ്കിലേ കർത്താവിന്റെ കൈ നിനക്ക് അനുഗ്രഹമായി അത്യന്തം അത്ഭുതമായെന്നാണ്. ഇന്നുപോലെ ആ വിഷയത്തിലേക്ക് വരുന്നത് നിങ്ങൾ ചിന്തിച്ചോണം. ഇസ്രായേൽ ജനം ഇസ്രായേലിൽ കഷ്ടം അനുഭവിച്ച, വേദനിക്കപ്പെട്ട, വർഷങ്ങളുടെ വഴക്കം ചെന്ന് അടിമ നുഖത്തിനകത്ത് ശൂന്യത വെളിപ്പെടുത്തി അടിമത്വത്തിനകത്തു കിടന്ന ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുമ്പോൾ മുൻപിൽ നിൽക്കുന്ന ചെങ്കടൽ, ഭൂമിയുടെ അടിത്തട്ടിൽ നിന്ന് ഇരുളിന്റെ ആഴങ്ങൾ ഇസ്രായേൽ ജനത്തെ മുക്കിക്കളയാൻ വെളിപ്പെട്ടു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ തീ ഇന്ന് പകൽ ആരോടൊക്കെ ദൈവാത്മാവെ വീടുമായി കണക്ട് ചെയ്ത് നിന്റെ ഭവനത്തെ ചുറ്റിയിട്ടിരിക്കുന്ന, ചിലതിനെ രോഗിയാക്കി അടച്ചിട്ടിരിക്കുന്ന ആത്മീക ആരാധനകൾക്ക് വെളിയിൽ കയറാൻ അനുവദിക്കാതെ, ആലയത്തിനകത്തേക്ക് കയറാൻ സമ്മതിക്കാതെ അടച്ചു വച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് പകൽ അഴിയുക. ഇന്ന് പകൽ ദൈവാത്മാവ് വ്യക്തമായി പറയുകയാ, ആത്മാവിൽ വിളിച്ചു പറയുകയാ, ഏതൊക്കെ വീടുകൾക്കകത്ത് തലമുറകളുടെ വാഗ്ദത്തങ്ങളെ ചുറ്റിവെച്ചോ ജനനങ്ങളെ അടച്ചു വച്ചിരിക്കുന്ന പൈശാചിക സ്വാധീനം ഇന്ന് പകൽ സ്വർഗം അഴിക്കുകയാ. മെഡിക്കൽ സയൻസിനെ തിരുത്തുന്ന ഒരു ദൈവപ്രവൃത്തി ഇതിനകത്ത് വ്യാപരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുക. ആഴിയിൽ നിന്ന് വെളിപ്പെട്ടു വരുന്ന ഇരുളിനെ പൊളിക്കാനുള്ള അഭിഷേകത്തിന്റെ അഗ്നി ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടാൽ വെല്ലുവിളിക്കും. നിന്നെ ഭരിക്കുന്ന, നിന്റെ കുടുംബത്തെ അടക്കി വാഴാൻ പിശാചിട്ടിരിക്കുന്ന മൂടുപടത്തെ കീറാനുള്ള ആത്മാവിന്റെ തീ നിന്നിൽ നിന്ന് പുറപ്പെട്ടാൽ ഇന്ന് പകൽ അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് പറയാ, 26 ലേവ്യ പുസ്തകം 26 1 മുതൽ 14 വരെ വായിക്കുമ്പോൾ അതിനകത്ത് 20 കൂട്ടം അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 20 കൂട്ടം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അതിനകത്ത് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ അനുസരിക്കാൻ. വിഗ്രഹങ്ങളെയോ ബിംബങ്ങളെയോ സ്തംഭമോ സ്ഥൂലമോ ഇതൊന്നും എന്ത് ചെയ്യരുത്, സേവിക്കരുത്. നമ്മൾ പറയും ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ലെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവമില്ലാത്ത, ദൈവത്തെക്കാൾ കൂടുതൽ നീ എന്തിനെയൊക്കെ സ്നേഹിക്കുന്നു അതെല്ലാം ബലിപീഠമാണ്. ഇടിക്കാൻ പറ്റുമോ? ഇത് ഇടിച്ചാൽ നീ നിന്റെ ശരീരത്തെ ബഹുമാനിക്കണമെന്നാ പറയുന്നത്. യഹോവയുടെ ആലയത്തെ ബഹുമാനിക്കണം. യഹോവയുടെ ആലയം ഏതാ? സ്വർഗത്തിന്റെ തേജസ് അധിവസിക്കുന്ന, ലോക രാജ്യങ്ങൾക്ക് തേജോമനായ ദൈവത്തിന്റെ തേജസ്സിനെ വെളിപ്പെടുത്തുന്ന ഒരാലയമാണ് നിന്റെ ശരീരമെങ്കിൽ ഇന്ന് പകൽ നീ പറയുന്ന ഇടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. ഏലിയാവ് വെല്ലുവിളിച്ചു. നിങ്ങൾ ചിന്തിച്ചോണം. ഹല്ലേലൂയ. വെല്ലുവിളിച്ചത് നിങ്ങൾ സാധാരണ ഒരു മനുഷ്യനാണ്, പക്ഷെ അഭിഷേകമുള്ളവനാ. ഈ അഭിഷേകം തന്നെയല്ലേ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നേ? നമ്മുടെ അവയവങ്ങൾ, നാവായുധമാണ്. സകലതും നമ്മുടെ അവയവങ്ങൾ മുഴുവനും എന്താ? പിശാചിന്റെ ബലിപീഠം. എന്നിട്ട് നമ്മൾ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കും. ആരാധിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഭയങ്കര ടയേർഡാ. എൻ്റെ ഭാഷയെ പറഞ്ഞ ആരാധിക്കുന്നവൻ തീവായിട്ടാണ് ഇറങ്ങുന്നത്. 10 എന്താ പറയാ, ഈ ദാവീദ് ആടിനെ പിടിക്കാൻ വന്ന കരടിയ സിംഹത്തെ വലിച്ചു കീറിയതാ. അകത്ത് കിടക്കുന്ന തീയുടെ ബലം ഉണ്ട് എൻ്റെ കൂടെ.
ഷീജ സിസ്റ്റർ ഇങ്ങനെയൊക്കെ പറയാനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർ. അതെനിക്ക് നന്നായിട്ട് അറിയാം പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ പറഞ്ഞതാ. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നേ, നിന്റെ പ്രാർത്ഥനയുടെ രീതികൾ മാറട്ടെ, നമ്മുടെ സ്വഭാവം മാറട്ടെ, നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് ആയ നമ്മുടെ പ്രകൃതിയെ അവൻ ചേഞ്ച് ആക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, പരിശുദ്ധാത്മാ പറയാ, നിങ്ങൾ ചിന്തിച്ചേ, തോട്ടിൽ നിന്ന് വെള്ളം കോരി, അതാ വിഷയം. വേര് എന്ത് ചെയ്ത് കെട്ടുകിടക്കുക, ഈ വേരിനകത്താ വിഷയം. അസ്ഥിയും മണ്ണും ഒരുപോലെ കിടക്കുക. നിങ്ങൾ പറയണ ആൻസർ. അസ്ഥിയും മണ്ണും ഇപ്പൊ എങ്ങനെ കിടക്കുക എന്നറിയോ? താഴ്വരയില് പൊടിഞ്ഞു കിടക്കുക. ഇരുട്ട് മാറിയപ്പോഴാ അസ്ഥി കണ്ടത്. ഹലോ, ഭൂമിയിൽ കിടക്കുന്ന അസ്ഥിയും മണ്ണും ആര് കണ്ടത്? പ്രവാചകൻ കണ്ടത്. ഇപ്പൊ ഇത് രണ്ടും എങ്ങനെ കിടക്കുക? ഇനി അവിടെ നടക്കേണ്ട പ്രക്രിയ എന്താ? അവിടെ നടക്കേണ്ട പ്രവൃത്തി എന്താ? അഭിഷേകത്താൽ. നിങ്ങൾ പറഞ്ഞേ, ആത്മാവിൽ പറഞ്ഞേ. നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് പ്രതികരിച്ചേ. ഞാൻ നിർത്തുക ഇത്. ഹല്ലേലൂയ. മണ്ണും എല്ലാരും പറയും ജീവനുള്ള അസ്ഥിയായി എഴുന്നേൽക്കണമെന്ന്. അതൊക്കെ സംഭവിക്കും. പക്ഷെ അതിനു മുൻപ് ഞാൻ നിങ്ങളോട് പറയാം, മണ്ണും അസ്ഥിയും വേർപിടിയണം. ഭൂമിയിൽ നിന്ന് അസ്ഥി എന്ത് ചെയ്യണം? മണ്ണ് വിട്ട് എഴുന്നേൽക്കണം. അപ്പൊ ഇങ്ങനെ സംഭവിക്കണം. ഭൂമിയിൽ കിടക്കുന്ന, പൊടിഞ്ഞു കിടക്കുന്ന മണ്ണും അസ്ഥിയും രണ്ട് വ്യത്യസ്തമായി മാറണം. വേണ്ടേ? ഓഷാലാമനാസിയ. ഇപ്പോഴും നമ്മൾ എവിടുന്ന? ഏദൻ തോട്ടത്തിൽ വെളിപ്പെട്ട ആ വിഷയത്തിൽ കിടക്കുക. നമ്മളെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് പലപ്പോഴും ഈ ഭൂമിയിൽ സ്വർഗം നമ്മൾ പുത്തനാമ യെരൂശലേമിലേക്ക് പോകാൻ തയ്യാറായിരിക്കുക. പക്ഷെ ഭൂമിയിൽ സ്വർഗം ഉണ്ടോ? അതില്ല. നമ്മൾ പാർക്കുന്നിടത്ത് സ്വർഗം ഉണ്ടോ? അതില്ല. നിത്യതയിലേക്ക് പറക്കാനിരിക്കുക. പക്ഷെ ഞാൻ പറയുന്നതാ, നീ പറക്കാൻ പോകുന്നതിന് മുൻപ് നീ പാർക്കുന്ന പട്ടണത്തിനകത്ത് സ്വർഗം സ്ഥാപിക്കണം. ഞാൻ 24 വർഷമാകുന്നു പത്തനംതിട്ട ജില്ലയിൽ കാൽ ചവിട്ടിയിട്ട്. ഒത്തിരി പ്രശ്നത്തിൽ, പ്രതികൂലത്തിൽ, അഴുക്കുചാലിൽ, ഒത്തിരി വിഷയത്തിൽ കൂടെ കയറി വന്ന ഒരാളാ. ഇതിനകത്തുനിന്ന് ദൈവം എന്നെ സ്നേഹിച്ച് അടിച്ചൊതുക്കി പരുവപ്പെടുത്തി ആ തേജസ്സിനെ എന്റെ മേൽ പകർന്ന് ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി ഡെഡിക്കേറ്റ് ചെയ്ത് ഇറങ്ങി തിരിച്ച്. അവിടെ ഒന്ന് ഞാൻ പറയാം, കർത്താവിന് വേണ്ടത് നിങ്ങളുടെ സമർപ്പണവും ജീവിതവുമാണ്. ഇന്ന് പകൽ അത് സംഭവിച്ചാൽ നിങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തി കുടുംബത്തിനകത്ത്, തലമുറകളിൽ, ദേശത്ത് പരാജയപ്പെടുത്തിയിട്ടിരിക്കുന്ന ചില സ്നാനങ്ങളൊക്കെ ചില ദേശങ്ങളിൽ സംഭവിക്കാൻ പോകുകയാണെന്ന് ദൈവാത്മാവിനോട് ഇപ്പൊ പറയുന്നു. ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാ പറയാ, നിങ്ങൾ വാഴുന്ന, നിങ്ങളെ പട്ടണത്തിനകത്ത് വാഴിക്കത്തില്ലെന്ന് വ്യാപരിക്കുന്ന പൈശാചിക സ്വാധീനങ്ങളുടെ അടിത്തറകളെ പൊളിച്ചിട്ട പട്ടണത്തിനകത്ത് ക്രിസ്തുവിനെ തെളിയിക്കുന്ന തേജസ് ലോക ജനതയുടെ നടുവിൽ വെളിപ്പെടും. ഈ ദിവസങ്ങളിൽ ചിലതിനെ സ്നാനത്തിലേക്ക് ദൈവം നടത്താൻ പോവാ. അത് ദേശത്തൊരടയാളമായി മാറുമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. ഇന്ന് പകൽ എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് പറയാ, ഭൂമിയിൽ നിന്ന് അസ്ഥിയുമായിട്ടുള്ള ബന്ധം വിടണമെങ്കിൽ ഒന്ന്, നിന്റെ അകത്ത് ക്രിസ്തുവിന്റെ പ്രമാണം ജനിക്കണം. ക്രിസ്തുവിന്റെ പ്രമാണം ജനിച്ചാൽ നീ ആരായി മാറി? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി തീർന്നാൽ ലോകത്തിന്റെ മുൻപിലേക്ക് പൈശാചിക അജണ്ടകൾക്ക് നിന്നെ തൊടാൻ പറ്റാത്ത ആത്മാവിന്റെ കവറിങ്ങിനകത്ത് സ്വർഗം നിന്നെ പൊതിയുമ്പോ ഇന്ന് പകൽക്കാലം വെല്ലുവിളിക്കാൻ, നിന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ തകർക്കാൻ, നീ പാർക്കുന്ന മണ്ണിനകത്ത് വ്യാപരിക്കുന്ന രഹബിന്റെ ശക്തിയെ വെട്ടാൻ ഒരധികാരത്തിന്റെ വാളിനെ സ്വർഗം നിന്റെ മേൽ പകരും. അത് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുക. ഈ ദിവസങ്ങൾ യാഗപീഠത്തിനകത്തേക്ക് യാഗവസ്തു ആകുന്ന നമ്മൾ ഇന്ന് പകൽക്കാലം കറക്റ്റായാൽ, അവയവങ്ങൾക്കകത്ത് തീ പിടിച്ചാൽ ഇന്ന് പകൽക്കാലം ഒരു ശുദ്ധീകരണം നടക്കും. യാഗപീഠം പുതുക്കി പണിത് കഴിഞ്ഞപ്പോൾ
പണി ക്ലിയർ ആയപ്പോൾ വെല്ലുവിളിക്കാനുള്ള ഒരു, നമ്മൾ വെറുതെ കയറി വെല്ലുവിളിക്കരുത്, പറ്റുമെങ്കിൽ വേണം വെല്ലുവിളിക്കാൻ. എൻ്റെ കൂടെ ഉണ്ട് എല്ലാരും. ഹല്ലേലൂയ. നമ്മൾ കയറി പെട്ടെന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ദേശത്തെ ഇരുട്ടിന്റെ ആധിപത്യങ്ങളോട് മല്ലിട്ട് പിടിക്കാൻ. കാരണം എന്താണെന്നറിയോ? കർത്താവ് തന്നിരിക്കുന്ന വിഷൻ അതാ. പട്ടണത്തിനകത്ത് യൂത്തിനെ, യൗവനക്കാരെ, പ്രത്യേകമായ വിളിയുള്ളതിനെ അടച്ചിട്ടിരിക്കുന്ന ദേശത്തിന്റെ സ്വാധീനത്തെ തകർക്കുക. ഞങ്ങളുടെ 3 മണിയിലെ പ്രയറിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ദൃശ്യമണ്ഡലത്തിൽ വെളിപ്പെട്ടു വരേണ്ട വിടുതലുകളെ അദൃശ്യമണ്ഡലത്തിൽ ഒതുക്കിയിട്ടിരിക്കുന്ന പൈശാചികന്റെ പദ്ധതിയെ പൊളിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയ യാമത്തിലെ പ്രാർത്ഥന, മനുഷ്യൻ ഭൂമിയോട് പറ്റിക്കിടന്ന് ഡീപ്പായി ഉറങ്ങുന്ന സമയം അത്. ആ ടൈമിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ എന്ത് ചെയ്യും? വേലി തുറന്നു കിടക്കുകയാണെങ്കിൽ അകത്ത് കയറി അവൻ ചെയ്തിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പം ശരീരം മുഴുവൻ പ്രശ്നമാണ്. എന്ന് ഓർത്തോണം, വേലി പൊളിക്കാൻ നീ അനുവദിക്കരുത്. തോട്ടം തേജസ്സിന്റെ കവറിങ്ങിനകത്ത് പൊതിഞ്ഞോണം. ഓ റിബനഗഡഗസിയ. ഞാൻ എൻ്റെ വാക്കുകളെ നിർച്ചുകയാ. ഇന്ന് രാത്രി, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാ പറയാ, പുതിയത് തളിർക്കും. കെട്ടുകിടക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് മണ്ണിനടിയിൽ കിടക്കുന്ന റിബാനക പഴകി കിടക്കുന്നതിനെ ദൈവം ഈ ദിവസങ്ങളിൽ ഫ്രഷാക്കി പുതിയതാക്കി ദൈവം കൊണ്ടുവരുമെന്ന ഇരിക്കുന്ന ജനത്തോട് ദൈവാത്മാവ് ഇടപെടുന്ന അഭിഷേകം ആഴങ്ങളിൽ വെളിപ്പെട്ട ആ പ്രവൃത്തി വെളിപ്പെട്ട അത്ഭുതങ്ങൾ വെളിപ്പെടാനിടയാകും. ഇന്ന് പകൽക്കാലം നിന്റെ മുൻപിൽ ചില വഴികൾ അടഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡ് തമ്പുരാൻ അത് പ്രവർത്തിക്കാൻ വേണ്ടി ആ വഴി അടച്ച്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവ് ചിലത് ഓപ്പൺ ചെയ്യുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയുക, ആത്മാവിന്റെ അസാധാരണ പ്രവൃത്തിക്ക് വേണ്ടി സ്വർഗം നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽ വചനത്തിനകത്ത് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആത്മാവിൽ എഴുന്നേൽക്കുമെങ്കിൽ അസാധാരണ പ്രവൃത്തികളെ ചെയ്തെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കും. അവസരമൊരുക്കിയ കർത്തൃദാസിയോട്, കുടുംബത്തോട്, ദൈവസഭയോട്, ഇതിനകത്ത് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടെ നന്ദിയും വന്ദനവും അറിയിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ഓർക്കുമ്പോൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു.